സന്നിധാനത്ത് ചുക്കുവെള്ളം വിതരണം ചെയ്യുന്നവർക്ക് യൂണിഫോം നൽകി. അയ്യപ്പന്റെ ചിത്രം പതിച്ച കടും നീല നിറത്തിലുള്ള ടീഷർട്ട് ധരിച്ചായിരിക്കും ഇനി മുതൽ ഇവരുടെ പ്രവർത്തനം. യൂണിഫോം വിതരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് നിർവഹിച്ചു. ഇവിടേക്ക് എത്തുന്ന ഭക്തർക്ക് കൃത്യമായ രീതിയിൽ വെള്ളം ലഭ്യമാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ദേവസ്വം ബോർഡിൻ്റെ കടമയാണ്. വെള്ളം മാത്രമല്ല, ലഘുഭക്ഷണവും നിങ്ങളിലൂടെയാണ് വിശ്വാസികളിലേക്ക് എത്തുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യമാണ് വെള്ളവും ഭക്ഷണവും എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങളെയാണ് ദേവസ്വം ബോർഡ് ഏൽപ്പിച്ചിരിക്കുന്നത്. വളരെ വലിയ ഉത്തരവാദിത്വമാണ്. മാത്രമല്ല, നിങ്ങൾക്ക് ഈ യൂണിഫോം ഞങ്ങൾ തരുന്നത് അതൊരു അനുഗ്രഹമായി നിങ്ങൾ കാണണം. കാരണം ഇതിൽ യൂണിഫോമിൻ്റെ വിലയല്ല, ഇതിൽ അടിച്ചിരിക്കുന്നത് ഭഗവാന്റെ ചിത്രവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്നുള്ളതാണ്. കേവലം 60-70 ദിവസത്തേക്കായിരിക്കും നിങ്ങളത് ഇടുന്നത്. പക്ഷെ അത് എന്ന് പറയുന്നത് ഒരു നിയോഗമായി നിങ്ങൾ കാണണം. അവർക്ക് നല്ല ഭക്ഷണവും നല്ല വെള്ളവും സംവിധാനവും. എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ചുക്കുവെള്ള വിതരണത്തിന് വരുന്ന ജീവനക്കാർക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്ന് ഇങ്ങനെയൊരു യൂണിഫോം നൽകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ യൂണിഫോം നിങ്ങൾക്ക് നൽകുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ജീവനക്കാരായാണ് കാണുന്നത്. ആ ബോധ്യം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകണം. ഉരൽക്കുഴി മുതൽ അപ്പാച്ചിമേട് വരെയും സ്വാമി അയ്യപ്പൻ റോഡിൽ ചരൽമേട് വരെയും 67 കേന്ദ്രങ്ങളിൽ ഇവർ ചുക്കുവെള്ളവും ബിസ്ക്കറ്റും വിതരണം ചെയ്യും. 600ഓളം പേർ 3 ഷിഫ്റ്റിലായിട്ടാണ് ജോലി ചെയ്യുക.